യു.എസ്. പത്രം വാഷിംഗ്ടൺ പോസ്റ്റ് നടത്തിയ കൂട്ടപ്പിരിച്ചുവിടലിൽ ശശി തരൂരിന്റെ മകനും കോളമിസ്റ്റുമായ ഇഷാൻ തരൂരിനും ജോലി നഷ്ടമായിരുന്നു. ഇഷാൻ തരൂർ തന്നെയാണ് സമൂഹ മാധ്യമമായ എക്സിലൂടെ ഈയൊരു കാര്യം അറിയിച്ചത്. ന്യൂസ് റൂമിനെ ഓർത്ത് ഹൃദയം വേദനിക്കുന്നതായും മികച്ച എഡിറ്റർമാർക്കും ലേഖകർക്കുമൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ബഹുമതിയായി കാണുന്നതായും ഇഷാൻ പറഞ്ഞു. അതേസമയം ഇഷാന്റെ ജോലി നഷ്ടമായതിൽ പ്രതികരണവുമായി ശശി തരൂർ എംപിയും രംഗത്തെത്തി. അതേസമയം ഇഷാന്റെ ജോലി നഷ്ടമായതിൽ പ്രതികരണവുമായി ശശി തരൂർ എംപിയും രംഗത്ത് വന്നു. രാജ്യാന്തര കാര്യങ്ങളിൽ പ്രഗത്ഭനും വിശകലന വിദഗ്ധനും എഴുത്തുകാരനുമായ ഇഷാൻ തരൂരിനെ ഒഴിവാക്കിയ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ നടപടി വിചിത്രമാണെന്ന് തരൂർ ആരോപിച്ചു. തന്റെ മകന്റെ വേൾഡ് വ്യൂ എന്ന കോളം വലിയ തരംഗമായിരുന്നുവെന്ന് തരൂർ എക്സിൽ കുറിച്ചു. ഈ കോളത്തിന് മാത്രമായി 5 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. വാഷിംഗ്ടൺ പോസ്റ്റ് ഈ ജനപ്രീതിയെ വരുമാനമാക്കി മാറ്റുന്നതിനു പകരം സ്വയം നശീകരണത്തിനുള്ള വികലമായ നടപടിയാണ് സ്വീകരിച്ചതെന്നും ശശി തരൂർ എക്സിൽ കുറിച്ചു. ഇഷാൻ തരൂരിന്റെ കോളം ദിവസവും വായിക്കുന്ന വിദേശകാര്യ മന്ത്രിമാരെയും നയതന്ത്രജ്ഞരെയും പണ്ഡിതന്മാരെയും താൻ കണ്ടിട്ടുണ്ട്. ഇഷാനെ പോലൊരു വിദഗ്ധനെ പുറത്താക്കിയതിലൂടെ സ്ഥാപനത്തിന് വലിയൊരു നഷ്ടമാണ് സംഭവിച്ചതെന്നും ശശി തരൂർ പറയുകയും ചെയ്തു. ഇഷാൻ തരൂരിന്റെ കരിയറിലെ ഈ അപ്രതീക്ഷിത തിരിച്ചടിയിൽ പിന്തുണയുമായി പ്രമുഖ ചരിത്രകാരൻ ആൻഡ്രേ പഗ്ലിയും രംഗത്ത് വന്നിരുന്നു. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇഷാനെ പോലെ മികച്ച മറ്റൊരാളില്ലെന്നും താമസിക്കാതെ തന്നെ മികച്ച ഇടങ്ങളിലൂടെ ഇഷാൻ തന്റെ വായനക്കാരിലേക്ക് തിരിച്ചെത്തുമെന്നും പഗ്ലി എക്സിൽ കുറിച്ചു. ഒരുപക്ഷെ ഈ പടിയിറക്കം ഇഷാൻ തരൂർ എന്ന എഴുത്തുകാരന്റെ കരിയറിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാകാം. 5 ലക്ഷത്തിലധികം വായനക്കാരെ തന്നോടൊപ്പം നിർത്താൻ കഴിഞ്ഞ ഇഷാൻ ഏത് പ്ലാറ്റ്ഫോമിലെത്തിയാലും ഒരു വൻ തരംഗമായി മാറുമെന്നതിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ വാഷിംഗ്ടൺ പോസ്റ്റ് ചെയ്തത് ഒരു സ്വയം നശീകരണം മാത്രമല്ല, ഒരു പുതിയ സൂപ്പർ താരത്തിന്റെ ഉദയത്തിന് കളമൊരുക്കൽ കൂടിയായിരുന്നുവെന്ന് പറയേണ്ടി വരും. എന്തായാലും നിരവധി പേരെയാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ഇതിലൂടെ പുറത്താക്കിയിരിക്കുന്നത്. അതിൽ ഒരാളാണ് ഇഷാനും. ഇഷാൻ തന്നെയാണ് തന്റെ ജോലിയുടെ കാര്യത്തെക്കുറിച്ചും ജോലി നഷ്ടമായതിനെക്കുറിച്ചുമെല്ലാം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത്. അതിനു പിന്നാലെയാണ് ഇത് സ്ഥാപനത്തിന് തന്നെ വലിയൊരു നഷ്ടമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ശശി തരൂരും രംഗത്ത് വന്നതും പ്രതികരണം അറിയിച്ചതും. അതേസമയം സാമ്പത്തിക പ്രശ്നങ്ങളാണ് കൂട്ടപ്പിരിച്ചുവിടലിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന വിവരം. ശതകോടീശ്വരനായ ജെഫ് ബെസോസ് ആണ് നിലവിൽ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ഉടമ. കൂട്ടപ്പിരിച്ചുവിടൽ സംബന്ധിച്ച് പത്രത്തിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ മാറ്റ് മൊറയും HR മേധാവി വെയ്ൻ കോണലും ജീവനക്കാരെ അഭിസംബോധന ചെയ്ത് ഔദ്യോഗിക കുറിപ്പ് പുറത്തുവിട്ടു. വേദനാജനകമാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഈ തീരുമാനം അനിവാര്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കൂട്ടപ്പിരിച്ചുവിടലിന് പുറമെ നിലവിലുള്ള ജീവനക്കാരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം ജീവനക്കാരെ വെട്ടിക്കുറച്ചത് പത്രത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചതായും റിപ്പോർട്ടുകളുണ്ട്.